കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന പ്രധാന സംഭവമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവർ എല്ലാവരും തന്നെ ഒന്നാം പിണറായി സർക്കാരിലെയും രണ്ടാം പിണറായി സർക്കാരിലെയും മന്ത്രിമാരുമായി ബന്ധമുള്ളവരാണെന്നുള്ളതാണ്. ഇനി അറിയാനുള്ളത് ഇതിൽ മുഖ്യന്റെ പങ്ക് എന്താണെന്നാണ്. കേസിന്റെ ഓരോ ഘട്ടവും പുരോഗമിക്കുമ്പോഴും എല്ലാവരും നോക്കുന്നത് ഇത് തന്നെയാണ്. കേസിനാസ്പദമായ വിവാദങ്ങളുടെ ആരംഭം ഇങ്ങനെയാണ്. ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ മുതലാണ് വിവാദങ്ങൾ ആരംഭിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോ ഹൈക്കോടതിയോ അറിയാതെയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചതോടെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് നടന്ന പരിശോധനയിൽ കണ്ടത് ക്രമക്കേടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. സ്വർണം പൂശാനായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിൽ കണ്ടത് സ്വർണത്തിന് പകരം ചെമ്പ്. അതിനുശേഷമുണ്ടായത് വിവാദങ്ങളുടെ ദിനങ്ങൾ. അന്വേഷണം നടത്താൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. അവിടെയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. 1998 പ്രമുഖ വ്യവസായിയായ വിജയ് മല്യയാണ് ക്ഷേത്രത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിലും സ്വർണം പൂശിയത്. ഏകദേശം 1.25 കോടി രൂപയോളം ഇതിനായി ചിലവഴിച്ചു. വിജയ് മല്യയുടെ യുബി ഗ്രൂപ്പ് 2008 ദേവസ്വം ബോർഡിന് അയച്ച കത്തനുസരിച്ച് ഏകദേശം 1.564 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. 40 വർഷത്തെ വാറണ്ടിയും നൽകിയിരുന്നു. എന്നാൽ 2019 കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പലതവണയായി ഈ ശില്പങ്ങൾ കടത്തുകയും സ്വർണമെല്ലാം അടിച്ചുമാറ്റി ചെമ്പാക്കുകയും ചെയ്യുകയായിരുന്നു. CK കൺസ്ട്രക്ഷൻസ് ഉടമ വാസുദേവൻ, ബംഗളൂരു സ്വദേശികളായ CR അജികുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, രമേശ് റാവു, ബെല്ലാരി സ്വദേശി ഗോവർദ്ധനൻ എന്നിവരായിരുന്നു സ്വർണം പൂശിയ വാതിലിന്റെ സ്പോൺസർമാർ. നിരന്തരമായ ഉപയോഗം മൂലം ദ്വാരപാലക ശില്പങ്ങൾ മങ്ങലേറ്റുവെന്ന് കാരണം കാണിച്ചാണ് 2019 മുതൽ കട്ടിളപ്പാളി മാറ്റാൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്. ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഒത്താശയോടെ അയ്യപ്പന്റെ സ്വർണം അങ്ങ് മുക്കി. അങ്ങനെ മുക്കി ഇപ്പോൾ എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന സൂത്രധാരകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊക്കിയതിനു പിന്നാലെ ഓരോരോ ആളുകളായി അഴിക്കുള്ളിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. 2019 വരെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന A പത്മകുമാർ, അതിനുശേഷം പ്രസിഡന്റായ N വാസു ഉൾപ്പെടെയുള്ളവരെയാണ് SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയത്. ഇതിനു പിന്നാലെ A പത്മകുമാർ 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും മൊഴി നൽകിയിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന അന്വേഷണത്തിൽ ആരൊക്കെ കുടുങ്ങും, മുഖ്യന്റെ പേരുണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയാം. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ഓരോന്നും കട്ടും കടമെടുത്തും സർക്കാർ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.